ശരിക്കും നമുക്ക് നിൽക്കാവുന്ന സ്ഥലമുണ്ട്. നമുക്ക് മുട്ടിന് അത്ര പൊക്കമുള്ള വെള്ളം. ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്കും ആഴം കൂടും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് നടന്ന് ഇതിലൂടെ നടക്കാൻ പറ്റും. പപ്പയും മമ്മിയൊക്കെ ഇവിടെ വന്നേക്കുവാണ്. ഡോളറാമേല അപ്പം നമ്മളുടെ ഹാലോവിൻ്റെ ഡെക്കറേഷൻ കണ്ടിട്ടേ നമ്മൾ വണ്ടി നിർത്തിയതാണ്. നല്ല ഭംഗിയായിട്ട് ഹാലോവിൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഡെക്ക് അതെ. അത്രയും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോബ് കേഗൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ബോബ് കേഗനിൽ ട്രെൻഡ് സെർവ് ആൻഡ് വാട്ടർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളത് കാണാനാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഗനറാസ്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗനറാസ്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഫാൾ കളർ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓഫ് റോഡാണുള്ളത്. അപ്പോൾ മൊത്തം കല്ലും മുള്ളും മണ്ണൊക്കെ നിറഞ്ഞ റോഡിലൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അടിപൊളി ഫാൾ കളർ ഇതേ. വാവ്, ഭയങ്കര ഫാൾ കളർ ഇതേം കൂടെ കാണാൻ കഴിയുന്നുണ്ട്. പീജിയൻ ലേക്കാണ് നമ്മുടെ മുന്നേ കാണുന്നത്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നേ പീജിയൻ ലേക്ക് നല്ല ഭംഗിയായി പച്ച പരവതാനി ഇരിച്ചതുപോലെ പീജിയൻ ലേക്ക് ഇതേ കാണുന്നു. ആ പീജിയൻ ലേക്കിൽ നമ്മൾ എവിടെയെങ്കിലും നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നോക്കട്ടെ, അടിപൊളി പീജിയൻ ലേക്ക് ഇത് കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രയിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോബ് കേഗൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ബോബ് കേഗനിൽ ട്രെൻഡ് സെർവ് ആൻഡ് വാട്ടർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളത് കാണാനാണ് നമ്മളിനി പോകുന്നത്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത് ട്രെൻഡ് 7 നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റാണ്. ഇതൊരു വാട്ടർ വേ ആണ്. 386 കിലോമീറ്ററുള്ള ഒരു വാട്ടർ വേ സിസ്റ്റമാണ്. അതിൻ്റെ ബോബ് കേജിയൻ എന്ന് പറയുന്ന ഹിസ്റ്റോറിക് ലോക്കലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കനാലാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഇത് റിക്രിയേഷനിലും പാഡ്ലിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ലേക്ക് ഒണ്ടാരിയും ജോർജിയൻ ബേയും തമ്മിലുള്ള ഒരു കനാൽ സിസ്റ്റമാണ്. 1922 ഇത് ഓപ്പറേഷൻ ആയിട്ടിരുന്നത്. ആ കാണുന്നതാണ് അതിൻ്റെ ലോക്ക് സിസ്റ്റം. നമ്മൾ അങ്ങോട്ടേക്ക് പോയി അതിൻ്റെ മറ്റുള്ള കാഴ്ചയിലോട്ട് നമുക്ക് പോകാം. ഇതേപോലെ റിക്രിയേഷണൽ ഫെസിലിറ്റിക്കുള്ള പാഡലിംഗ് ബോട്ടെല്ലാം ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇത് വാട്ടർ വേ സിസ്റ്റം. അപ്പോൾ ഇവിടെ നമ്മുടെ സെൽഫ് ബോട്ട്, പ്രൈവറ്റ് ബോട്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ബോട്ടെല്ലാം ഇവിടെ പോകും. നമ്മളിതിലൂടെ 386 കിലോമീറ്റർ ഈ വാട്ടർ വേ സിസ്റ്റത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വാട്ടർ വേ സിസ്റ്റമാണ്. അപ്പോൾ അവിടെ ലോക്ക് ഉണ്ട്. ആ ലോക്കിൽ നമ്മൾ പോയി കാണുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ട്രെൻഡ് വേ വാട്ടർ വേ സിസ്റ്റത്തിൻ്റെ കനാലിൻ്റെ ഫ്രണ്ടിലുള്ള പാത്ത് വേ കൂടെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ലോക്ക് ഉണ്ട്. അപ്പോൾ ആ ലോക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ലോക്കിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ വാട്ടർ ചാടുന്നത് കാണാം. ഇത് ജോർജിയൻ ബേയും ലേക്ക് ഒണ്ടാരിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വാട്ടർ വേ സിസ്റ്റമാണ്. ഇതിപ്പോൾ അതിൻ്റെ ലോക്ക് എനിക്ക് തോന്നുന്നു 32 ആണെന്ന് തോന്നുന്നു. ബോബ് കേജിയൻ ലോക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഷിപ്പ് വന്ന് നിൽക്കും. എന്നിട്ട് വാട്ടറിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പാസ് ചെയ്യും. What a beautiful scenery that we are having in Trent 7 Waterway. We really enjoy it. Such a beautiful place. This dock is so amazing, and you can see the beautiful fountain and this beautiful waterway system. We are having a very good time here. You like it, Jonathan? Yeah, I like it. Beautiful. So especially this dock is so beautiful, right? Yeah. ഈ വാട്ടർ വേ സിസ്റ്റത്തിൻ്റെ നടുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് അതിൻ്റെ അറ്റത്ത് വന്ന് ഞാനും ജോണത്തിനും ഇങ്ങനെ ഇവിടുത്തെ ഭംഗിയിൽ ആസ്വദിച്ചിരിക്കുകയാണ്. വളരെ ഭംഗിയാർന്നൊരു കാഴ്ചയാണ്. ഫാൾ ടൈമിൽ ഇവിടെ വന്നിരിക്കുക. അവിടെ വളരെ ഭംഗിയാർന്നൊരു ഫൗണ്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ബീച്ചും ഉണ്ട്. അപ്പോൾ നമ്മൾ ബോബ് കേഗനിൽ ഈ ഡോക്കിലോട്ട് നടന്നിട്ട് ഡോക്കിൽ വന്ന് നമ്മൾ നിൽക്കുവാണ്. അപ്പോൾ നമ്മളിത് ട്രെൻഡ് 7 വാട്ടർ വേ സിസ്റ്റം ബോബ് കേഗൻ സൈഡിൽ നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നു വന്നപ്പോഴേക്കും ഈ സെൻറ്ററിലുള്ള വാട്ടർ ലെവൽ അവിടെയുള്ള ലേക്കിലെ വാട്ടർ ലെവലായിട്ട് സെയിം ആയി. ഇവിടെയാണ് വാട്ടറിൽ ലെവലിൽ ചേഞ്ച് ഉള്ളത്. ഇനിയിപ്പോൾ ബോട്ട് വന്നതിന് ശേഷം ഈ ഗേറ്റ് പയ്യെ തുറന്നിട്ട് വാട്ടർ ലെവൽ സെയിം ആക്കും. അടിപൊളിയാണ്. ലെറ്റ്സ് ഗോ. Make him wet. ഓളം വരുന്നത് ഓളം വെട്ടണോ? Make Jonathan wet.
ഞാൻ പോവാ. രാത്രി പോവണ്ടോ? അപ്പം നമ്മുടെ ക്യുക്ക് ഫാൽ ട്രിപ്പ് ക്യാമ്പിംഗ് ട്രിപ്പിന് ശേഷം നമ്മളിത് തിരിച്ച് വീട്ടിൽ പോകണം. അനിമോളാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അനിമോള് ഹൈവേ കൂടെ വണ്ടി ഓടിച്ച് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ്റെ പുറയിലുണ്ട്, അമ്മതേ പുറയിലുണ്ട്, പിള്ളേർ രണ്ടുപേരും പുറയിലുണ്ട്. നമ്മളിത് ഫാൾസ് കളേഴ്സ് എല്ലാം കണ്ടിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ബോബ് കേക്ക് എന്നുള്ള സ്ഥലത്താണ് പോയത്. അവിടെ നിന്ന് പതിനൊഴിക്കുക നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫാൾ കളേഴ്സ് എല്ലാം കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളുടെ ഹാലോവിൻ്റെ ഡെക്കറേഷൻ കണ്ടിട്ടേ നമ്മൾ വണ്ടി നിർത്തിയതാണ്. നല്ല ഭംഗിയായിട്ട് ഹാലോവിൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതെ, എല്ലാ ചാത്തന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇതാണ് പള്ളി. അപ്പോൾ നമ്മളിത് ഷൂസ് അന്വേഷിച്ച് മാർസിലും സ്പോർട്സിലും പോകാൻ പോകണം. അപ്പോൾ നമ്മൾ മാർസ് എന്നുള്ള ഷോറൂമിലാണ് പോകാൻ. പെട്ടെന്ന് ഞാൻ ഈ പുള്ളിയെ കണ്ടപ്പോൾ ഏതൊരാളാണെന്ന് കരുതി. ആക്ച്വലി ഇത് പ്രതിമയാണ്. ഷൂ ഹൗസിൽ പോയി, ഓഷാ മാളിൽ സ്പോർട്സിക്ക് പോയി. അവിടെ ഒന്നും നമ്മൾ സ്കെച്ചറിൻ്റെ കാര്യമായ കളക്ഷൻ കണ്ടില്ല. പക്ഷേ ഇത് ഇവിടെ മാർസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ സ്കെച്ചേഴ്സിന് പ്രത്യേക ഒരു റാക്ക് തന്നെയുണ്ട്. ഫുൾ സ്കെച്ചറിൻ്റെ ഷൂസാണ് നമ്മൾ കാണുന്നത്. ഒരു സ്കെച്ചർ നോക്കി വന്നിട്ട് ഇവിടെ സ്കെച്ചേഴ്സാണ് ഇഷ്ടം പോലെ കളക്ഷനാണ് കേട്ടോ. ജോൺ തന്നെ പുതിയൊരു വാട്ടർ ബോട്ടിൽ കണ്ട് ഇഷ്ടപ്പെട്ടു. ഗേറ്ററിങ്. അപ്പോൾ നമ്മളിത് അവസാനം നമുക്ക് പറ്റിയ സൈസ് കണ്ടിരിക്കുന്നു. സ്കെച്ചേഴ്സിൻ്റെ സൈസ് അപ്പനുള്ളത് കിട്ടി. സോ നമ്മൾ ഇതാണ് എടുക്കുന്ന ഷൂസ്.